അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. അന്ത്യനാളിന്റെ കിലുക്കം അത് ഭയാനകം തന്നെയാണ്. അല്ലാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറു الناس അശ്താതൻ ലിയുറൗ അഅമാലഹും. ഭൂമി അതിന്റെ അവസാനത്തെ വിറയിൽ വിറക്കുന്ന സമയം, അതിന്റെ അകത്തുള്ള സർവ്വതും അത് പുറത്തേക്ക് തള്ളുന്ന ദിവസം, എന്താണ് സംഭവിക്കുന്നതെന്നതിന്റെ നിർവചനം അറിയാതെ കൈമലർത്തിക്കൊണ്ട് മനുഷ്യൻ മാലഹ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചതെന്നറിയാതെ ചോദിച്ചു പോകുന്ന ദിവസം. യൗമഇദി യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലെ വികാരങ്ങളും പ്രവർത്തനങ്ങളും മുഴുവൻ ലോകത്തിന്റെ രക്ഷിതാവ് പുറത്തെടുക്കുന്ന ദിവസമാണെന്ന്. അൽ ഖാരിഅ, എന്താണ് ആ സംഭവം? അൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. പ്രവാചകനെ ആ വമ്പിച്ച സംഭവം എന്താണെന്ന് താങ്കൾക്കറിയുമോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഈ ആമ്പാറ്റകളെ പോലെ മനുഷ്യർ പാറിക്കളിക്കുന്ന ദിവസമാണ്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. കമ്പിളി പോലെ പർവ്വതങ്ങൾ എടുത്തു കുടയപ്പെടുന്ന ദിവസമാണ്. ഇദസ്സമാഉ ഫതറത്, ആകാശം പിളരുന്ന ദിവസമാണ്. വഇദൽ കവാകിബു ഇൻതസറത്, നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിക്കൊണ്ട് ചലിക്കുന്ന ദിവസമാണ്, സഞ്ചരിക്കുന്ന ദിവസമാണ്. ഇദശംസു കുവിറത്, സൂര്യൻ അതിന്റെ ശോഭ നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമാണ്. വഇദൻ നുജൂമു കദറത് വഇദൽ ബിഹാറു സുജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത്. പർവ്വതങ്ങൾ ഇളക്കി മറിക്കപ്പെടുന്നതാണ്, കടലുകൾ ഇളക്കി മറിക്കപ്പെടുന്നതാണ്, ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം സമാധിയാകുന്നതാണ്, എല്ലാം നശിക്കുന്നതാണ്. അതിനുമപ്പുറം ലോകമില്ല, നാഗരികതകളില്ല, നക്ഷത്രങ്ങളില്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം അവസാനിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തിന്റെ രക്ഷിതാവായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു മാത്രമെന്ന് അവശേഷിക്കുന്നതാണ്. ലോകം മുഴുവൻ നശിക്കുന്നതാണ്. ആ നാശത്തിന് ശേഷം, സർവനാശത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്ന അത്രയും സമയം ഈ പ്രപഞ്ചം മുഴുവൻ ശൂന്യതയിൽ കിടന്നിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഉമ്മക്ക് മകന് വേണ്ടാത്ത ദിവസം, മകന് ഉമ്മയെ വേണ്ടാത്ത ദിവസം, ഭാര്യയും ഭർത്താവും പരസ്പരം പഴിക്കുന്ന ദിവസമാണ്, കൂട്ടുകാർക്ക് പരസ്പരം വേണ്ടാത്ത ദിവസമാണ്, ആരും ആരെയും തുണക്കാത്ത ദിവസമാണ്, ആരും ആരെയും താങ്ങാത്ത ദിവസമാണ്, ശുപാർശ ചെയ്യാത്ത ദിവസമാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. തങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചില ആളുകളെന്ന് പറയുന്നതാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ, എല്ലുകളായി നുരുമ്പിച്ചു പോയ ഞങ്ങളെ ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യവാനായ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണല്ലോ. വസദഖൽ മുർസലൂൻ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമായിരുന്നു. അവരെങ്ങനെ വിലപിച്ചു നിൽക്കുന്ന സമയം അല്ലാഹു പറയുന്നു, വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാ
ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അന്നേ ദിവസം ഭയവിഹ്വലരായി കൊണ്ടവർ നിൽക്കുന്ന സമയത്ത് ചില കിതാബുകൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്, ചില ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നതാണ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ. പ്രവാചകരെ, അപ്പോൾ കുറ്റവാളികളായ താന്തോന്നികളായ മനുഷ്യരെ താങ്കൾക്ക് കാണാം. വയഖൂലൂന, അവർ പറയുകയാണ്, മാലി ഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ യാതൊരു തെറ്റുകളും ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാദിറാ. പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന്. വലാ യദ്ലിമു റബ്ബുക അഹദാ. അല്ലാഹു ഒരാളോടും അക്രമം പ്രവർത്തിക്കുന്നതല്ല. ആ ദിവസം റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം നന്മയും തിന്മയും ആര് ചെയ്തിട്ടുണ്ടോ ആ നന്മയും തിന്മയും ആ കിതാബിൽ അവർ കാണുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, രണ്ട് വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് വിഭാഗങ്ങളെ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിവരിക്കാൻ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ظننت عني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് വലത്തെ കൈയിലായിരിക്കും, മുൻവശത്തുകൂടെ വലത്തെ കൈയിലായിരിക്കും. അവർ ആ ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, ഹാഉം ഇഖ്റഊ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം, എത്ര സുന്ദരമാണ് എന്റെ ഗ്രന്ഥം, എത്ര ആശ്വാസദായകമാണ് എന്റെ ഗ്രന്ഥം, എത്ര സാന്ത്വനമാണ് എന്റെ ഗ്രന്ഥം. ഹാഉം ഇഖ്റഊ കിതാബിയ, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഈ ദിവസം നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തിരുന്നു, വിശ്വസിച്ചിരുന്നു. ഈ ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്റെ ശരീരത്തെ കിടക്കപ്പായയിൽ നിന്ന് പറിച്ചെടുത്തിരുന്നു. വിചാരത്തിനുള്ള സാഹചര്യം ലഭിച്ചപ്പോ ഈ ദിവസം എന്നെ വ്യഭിചാരത്തിൽ നിന്ന് തടഞ്ഞിരുന്നു. ഓരോ കീബോർഡുകൾ അമർത്തുമ്പോഴും ഈ ദിവസത്തെ കുറിച്ചോർത്ത്, ഈ ഗ്രന്ഥത്തെ കുറിച്ചോർത്ത് എന്റെ വിരലുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ കാതുകളെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഗുഹ്യ സ്ഥാനത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു, എന്റെ ഹൃദയത്തെ ഞാൻ നിയന്ത്രിച്ചിരുന്നു. അവൻ പറയാ, എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉന്നതമായ ജീവിതത്തിൽ, സംതൃപ്തമായ ജീവിതത്തിൽ, ആ സംതൃപ്തി മനുഷ്യനറിയുന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. മനുഷ്യൻ കണ്ടുപിടിച്ച കവിതാശകലങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും ആ മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തി തരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹു ثم الجحيم صلوه. അന്ന് ചില ആളുകൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത് അവരുടെ ഇടത്തെ കൈയിലായിരിക്കും. പിറകിലൂടെ അവർ ആ ഗ്രന്ഥം മറിച്ചു നോക്കിക്കൊണ്ട് പറയുകയാണ്, യാ ലൈതനി ലം ഊത കിതാബിയ,
എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരു നാശത്തിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എന്റെ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലമ്മദിനിമാ ഹിസാബിയ, ഇല്ല ഇല്ല, ഞാൻ ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും കേട്ടിരുന്നു, പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു മൈതാനിയുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. വലമ്മദിനിമാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ, എവിടെ എന്റെ ധനം, എവിടെ എന്റെ ബാങ്ക് ബാലൻസ്, എവിടെ എന്റെ സ്വത്തുക്കൾ. ഹലക അന്നി സുൽത്താനിയ, മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് കുത്തി പേരിന്റെ പിറകിൽ സിന്ദാബാദ് വെച്ച് പിടിപ്പിച്ച് എനിക്ക് ഓശാര പാടിയ ആയിരക്കണക്കിന് വരുന്ന എന്റെ അനുയായികൾ എവിടെ, എന്റെ സിംഹാസനം എവിടെ, ചെങ്കോൽ എവിടെ, എന്റെ അധികാരം എവിടെ, ഒന്നുമില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ. അല്ലാഹു പറയുന്നു ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലിൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം. കരയുന്നൊരൊറ്റ കണ്ണുപോലും, അവന് വേണ്ടി കരയുന്നൊരൊറ്റ കണ്ണുപോലും അന്നില്ല, അവന് വേണ്ടി വിലപിക്കുന്ന ഒരു ഹൃദയം പോലും അന്നില്ല, അവന് വേണ്ടി പറയുന്നൊരു നാവ് പോലും അന്നില്ല. അവനാരുമില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും മുഴുവൻ ശാപമേറ്റവനാണ്. അന്നേ ദിവസം നരകം അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഅവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. അന്നേ ദിവസം ആ നരകം കാണുമ്പോ അവർ അള്ളാഹുവിനോട് പറയുന്നതാണ്, അള്ളാഹുവേ, എന്റെ ഉമ്മാനെ നിനക്ക് പണയം, എന്റെ ബാപ്പാനെ നിനക്ക് പണയം, എന്റെ ഭാര്യയെ നിനക്ക് പണയം, എന്റെ മക്കളെ നിനക്ക് പണയം, ലോകത്തുള്ള സകലരെയും നിനക്ക് പണയം. നാഥാ, എന്നെ നീ രക്ഷിക്കണേ. ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകൾ മുകളിലോട്ടെറിയുന്ന ഭീമാകാരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന് ഓരോ കുറ്റവാളിയും എന്നറിയാതെ ഓർത്തു പോകുന്ന ഒരു ദിവസമാണ് സഹോദരങ്ങളെ. ആ ദിവസത്തെ ഭയന്നിട്ട്, അള്ളാഹുവിന്റെ അദാബിനെ ഭയന്നിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതം വ്യത്യസ്തത നിറഞ്ഞ ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.